Hi and welcome to the new video. So in this video I'll be discussing about the university question paper for March 2020 regular and supplementary examination. Okay. ഇതിലധികം തിയററ്റിക്കൽ ആയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരുന്നത്. 5 മാർക്കിൻ്റെ 8 ക്വസ്റ്റ്യൻസിൽ ഒരുവിധം തന്നെ തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ എസ്സേ ടൈപ്പിലും അത്യാവശ്യം തിയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെറും പ്രോബ്ലം മാത്രം എന്നുള്ള രീതിയിൽ പഠിച്ചു പോകുന്നതിൽ അർത്ഥമില്ല. തിയറിയും അത്യാവശ്യം പഠിക്കേണ്ടി വരും. പിന്നെ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ പോയിന്റ് മാത്രമേ വരുള്ളൂ. അത് ഒരുപാട് വലിച്ചു നീട്ടി എഴുതാനൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് ടു ദ പോയിന്റ് എഴുതി കഴിഞ്ഞാൽ സുഖമായിട്ട് മാർക്ക് കിട്ടും. വെറുതെ അതിനെ ബന്ധപ്പെട്ടിട്ട് വേറെ കുറേ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് എല്ലാ ടോപ്പിക്കിലും തിയറി ആയിട്ട് തന്നെ വരും. കാരണം ഇതെല്ലാം ഒരു അൽഗോരിതംസ് അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ നടക്കുന്ന വർക്കുകളാണ് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും വലിയ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചില കേസിൽ നമുക്ക് തീരെ ആ തിയറി ഒരു ഐഡിയ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിളെങ്കിലും അവിടെ ഡിസ്കസ് ചെയ്താൽ മതി. അപ്പോൾ ആ ടോപ്പിക്കിലുള്ള ഒരു എക്സാമ്പിൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്താൽ മതി. അതിപ്പോൾ മൊഡ്യൂൾ 6 മാത്രമാണ് പ്രോബ്ലം ഒന്നും അല്ലാണ്ട് വരുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും എല്ലാ ടോപ്പിക്കിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓരോ പ്രോബ്ലം എങ്കിലും നമുക്ക് ഓർത്ത് എഴുതാൻ പറ്റും. അതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം അങ്ങനെ വെച്ച് എഴുതി കഴിഞ്ഞാൽ ഒരു ഓർമ്മയില്ല ആ തിയറി എഴുതാൻ എന്നുള്ള രീതിയിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാർക്ക് കിട്ടും. അപ്പം അങ്ങനെ കൂടി ആലോചിച്ചിട്ട് ആൻസർ ചെയ്യുക, എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, how circular and linear convolutions are performed using DFT. സിമ്പിളാണ്. സർക്കുലർ കൺക്ലൂഷനും ലീനിയർ കൺക്ലൂഷനും എങ്ങനെയാണ് DFT ഉപയോഗിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ DFT മെത്തേഡ് വെച്ചിട്ട് പെർഫോം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം നമ്മളവിടെ കാണണം. അതിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ സർക്കുലർ കൺക്ലൂഷനും ലീനിയർ കൺക്ലൂഷനും ചെയ്യണം. അപ്പോൾ അത് 2 ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് രണ്ടിനും 2.5 മാർക്കായിരിക്കാം. ആൻസർ സ്കീം നോക്കാം. സോ ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. സർക്കുലർ കൺവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോപ്പർട്ടിയാണ് കൂടി ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ x1 x2 നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കാണാം x1k. അതിൻ്റെ ഞാൻ പറഞ്ഞത് സ്റ്റെപ്സ് പറയേ വേണ്ടുള്ളൂ. അത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട, കറക്റ്റ് ടു ദ പോയിന്റ് പറഞ്ഞാൽ മതി. സോ നമുക്ക് അസ്യൂം ചെയ്യാം 2 സീക്വൻസ് വി ഹാവ് x1n and x2n, then find x1k and x2k which are the DFT of x1n and x2n, then find x3k. x3k should be the product of x1k and x2k. Okay, then find the inverse of this x3k. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സർക്കുലർ കൺവല്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ സർക്കുലർ കൺവല്യൂഷൻ ചെയ്യുന്ന നേരത്ത് വലിയൊരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ലീനിയർ കൺവല്യൂഷൻ ഫ്രം സർക്കുലർ കൺവല്യൂഷൻ നമുക്ക് അറിയാം. അതിനെന്താ, ഇപ്പോൾ നമ്മളുടെ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ ഔട്ട്പുട്ട്, അതാണൊരു ഇഷ്യൂ വരുന്നത്. ഇപ്പോൾ ലെങ്ത് m ആണ് x1n, മറ്റെൻ്റെ n ആണെങ്കിൽ നമുക്കറിയാം m+n-1 വരും ഔട്ടിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ x1n-നെയും x2n-നെയും എന്ത് ചെയ്യണം? ഒന്ന് സീറോ പാഡ് ചെയ്തിട്ട് ഏത് ലെങ്ത്തിലേക്ക് എത്തിക്കണം? m+n-1 ലെങ്ത്തിലേക്ക്. എന്നിട്ട് നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെ ചെയ്യാം. അതായത് ഇവിടെ സർക്കുലർ കൺവല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് രണ്ടാമത്തെ ലീനിയർ കൺവല്യൂഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിലും ഉപയോഗിക്കുന്നത് DFT ആണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് സർക്കുലർ കൺവല്യൂഷൻ x3n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1n സർക്കുലർ കൺവല്യൂഷൻ x2n ആണ്. അതിൻ്റെ DFT എടുക്കുമ്പോഴാണ് നമുക്ക് x3k എന്ന് പറയുന്നത് x1k ഇൻറ്റു x2k വരുന്നത്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി അവിടെ ഉപയോഗിച്ച് ചെയ്യുന്നു. അത് ഇത്ര പറഞ്ഞാൽ മതി. ഇത് കറക്റ്റായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതായത് വെറും സർക്കുലർ കൺവല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിന് രണ്ടിൻ്റെയും ട്രാൻസ്ഫോം എടുക്കുക, പ്രൊഡക്റ്റ് എടുക്കുക, ഇൻവേഴ്സ് എടുക്കുക. മറ്റേതാണെങ്കിൽ സീറോ പാഡ് ചെയ്തതിന് ശേഷം റിക്വയർഡ് നമ്പറിലേക്ക് സീറോ പാഡ് ചെയ്തതിന് ശേഷം DFT എടുക്കുക, പ്രൊഡക്റ്റ് എടുക്കുക, ഇൻവേഴ്സ് എടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഫ്ലോ ഗ്രാഫ് റിവേഴ്സൽ തിയറം. ഓക്കെ, ഫ്ലോ ഗ്രാഫ് റിവേഴ്സൽ തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോസിഷൻ ആണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഓർമ്മ വരണം. അതായത് നമ്മൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന ഡയറക്റ്റ് ഫോം 2-നെയൊക്കെ ജസ്റ്റ് ഗ്രാഫായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നതാണ്. എന്താ പറയുക, സിഗ്നൽ ലൈൻസ് മാത്രമായിട്ട് വരച്ചിട്ടുണ്ട്, ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആരോ ഇട്ടിട്ട് എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എഴുതിയാറുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ട്രാൻസ്പോസിഷനും കൂടി നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, അതാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതുക. സോ റെലവൻറ്റ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ്, അതിന് 2 മാർക്ക്. ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരച്ചത് പറയുന്നതിന് എക്സ്പ്ലനേഷൻ ആണ് 3 മാർക്ക്. അപ്പോൾ ഒരു എക്സാമ്പിൾ അവിടെ ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ്, വാട്ട് ഡു യു മീൻ ബൈ ഫ്രീക്വൻസി വാർപ്പിംഗ്? An ideal discrete time high pass filter with a cutoff frequency of π/2 was designed using bilinear transformation with t equal to 1 second. What is the cutoff frequency of the continuous time ideal high pass filter? അപ്പോൾ നമ്മളോട് ഇവിടെ ആദ്യം എന്താണ് വാർപ്പിംഗ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ആദ്യം ആൻസർ ചെയ്യണം. എന്നിട്ടൊരു ഡിസ്ക്രീറ്റ് ടൈം ഹൈ പാസ് ഫിൽറ്ററിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസിയും അതിൻ്റെ
ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത് ടി 1 സെക്കൻഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടിന്യൂസ് ടൈം ഹൈ പാസ് ഫിൽറ്ററിൻ്റെ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫ്രീക്വൻസി വോപ്പിംഗ് എന്താണെന്ന് പറയുന്നതിന് 2 മാർക്ക്. പിന്നെ നമ്മളുടെ ആ ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രീ വോപ്പിംഗ് ഈ ഫ്രീക്വൻസിയുടെ ഇക്വേഷനൊക്കെ എഴുതുക. ഒമേഗ ഈക്വൽ ടു 2/t ടാൻ ഒമേഗ/2 അതിനൊരു മാർക്ക്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നതിന് 2 മാർക്ക്. അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്ന സംഭവം. സിമ്പിളാണ്, നമ്മൾ കറക്റ്റ് നോക്കി ആൻസർ ചെയ്താൽ മതി. Then what is a linear phase filter? What conditions are to be satisfied by an FIR filter in order to have linear phase? ഇത് തിയറി ഞാൻ ചെയ്തിട്ടുള്ളതാണ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ലീനിയർ ഫേസ് ഫിൽറ്ററിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ കണ്ടീഷൻസ് ആണ് അവിടെ മെയിനായിട്ട് പറയേണ്ടത്. ലീനിയർ ഫേസ് ഫിൽറ്ററിൻ്റെ സിമെട്രി കണ്ടീഷനും കാര്യങ്ങളാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ സ്കീം നോക്കാം. അപ്പോൾ ഡെഫിനിഷൻ എന്താണെന്നുള്ളതിന് 2 മാർക്ക്. അത് വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ എച്ച് ഓഫ് എൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതാണ്. എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് എം മൈനസ് എൻ മൈനസ് 1. അതേപോലെ അതിൻ്റെ ഫേസ് ഡിയിലെ m-1/2 എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽറ്ററിൻ്റെ ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. Then what is the effect of quantization of filter coefficient in digital filters? അപ്പോൾ അതും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള തന്നെയാണ്. സോ ഇവിടെ സ്കീമിൽ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഈ ഒരു സ്കീമിൽ ഡീറ്റെയിൽ ആയിട്ട് ആൻസേഴ്സ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാം. ചില സ്കീമുകളിൽ ഉണ്ടാവാറില്ല. The actual frequency response may be quite different from the desired frequency response. Filter may fail to meet the specification. അതായത് നമ്മൾ ആ ഫിൽറ്റർ കോഎഫിഷ്യൻ്റ് ഉണ്ടാകുമ്പോൾ പ്രോബ്ലംസ് ചെയ്തിട്ടുള്ള ഓർമ്മ ഉണ്ടെങ്കിൽ ഇപ്പോൾ പോൾസിൻ്റെ ലൊക്കേഷൻ മാറും. പോൾസിൻ്റെ ലൊക്കേഷൻ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് സ്റ്റേബിൾ ഇതാവണമെങ്കിൽ ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ വരണം. ചിലപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ജസ്റ്റ് ഔട്ട് സൈഡ് യൂണിറ്റ് സർക്കിളൊക്കെ പോകാം. അപ്പോൾ അത് നമ്മൾ ഡിസൈൻ ചെയ്ത സ്റ്റേബിൾ ഫിൽറ്റർ എന്തായിട്ട് മാറാൻ സാധ്യതയുണ്ട്, അൺസ്റ്റേബിൾ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് പറയുന്നത്. സോ ഇഫ് ദ പോൾസ് ഓഫ് ദ ഡിസൈഡ് ഫിൽറ്റർ ആർ ക്ലോസ് ടു ദ യൂണിറ്റ് സർക്കിൾ ദെൻ ദോസ് ഓഫ് ദ ഫിൽറ്റർ വിത്ത് quantized coefficients may be just outside the unit circle leading to instability. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു എക്സാമ്പിൾ കൂടി വെച്ചിട്ട് വെറുതെ പറയണമെങ്കിൽ പറയാം, നിർബന്ധമില്ല. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം ഇതാണ്, സ്റ്റെബിലിറ്റിയിലാണ് ഇഷ്യൂ വരാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ പോൾ ലൊക്കേഷൻ ചേഞ്ച് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What do you mean by dead band of a filter? How will you compute the dead band of the system y of n equal to 0.8 y of n minus 1 plus x of n? ഇപ്പോൾ ഡെഡ് ബാൻഡ് എന്താണെന്നുള്ള ഡെഫിനിഷൻ പറയുക. ഡെഡ് ബാൻഡിന് ഒരു ഇക്വേഷൻ ഉണ്ടാവും, ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രേ വേണ്ടുള്ളൂ. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇപ്പോൾ ഡെഡ് ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് പറയുന്നതിന് 2 മാർക്ക്. അതേപോലെ ഇതിൻ്റെ അപ്പോൾ ഡെഡ് ബാൻഡ് എന്തായിരുന്നു, നമുക്ക് ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസിൻ്റെ കേസിലാണ് ഡെഡ് ബാൻഡ് വന്നത് എന്ന് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് ദ ഔട്ട്പുട്ട്. Amplitudes of the output during a limit cycle are confined to a range of values, and this range of values is called the dead band. അതായത് നമ്മളുടെ ലിമിറ്റ് സൈക്കിൾ വരുമ്പോൾ ആ ഓസിലേഷൻ പോയി നിൽക്കുന്ന ഒരു റേഞ്ച് ഓഫ് വാല്യൂസിനെ, ഒരു ലിമിറ്റിനെ, അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡെഡ് ബാൻഡ് എന്ന് പറയുന്നത്. അപ്പം അത് എൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പ്ലസ് 1 മൈനസ് ക്യൂ ഡെറിവേറ്റീവ് 1 മൈനസ് മോഡ് എ. മോഡ് എ എന്ന് പറയുന്നത് ആ കോഎഫിഷ്യൻ്റ് ആണ്. ഇവിടെ 0.8 ആണ്. അപ്പോൾ ഇതാണ് മാറ്റം വരാനുള്ള സാധ്യത ഉള്ളൂ. അപ്പോൾ ഈ വാല്യൂ ജസ്റ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് 5 മാർക്ക് ഇവിടെ കിട്ടാവുന്നതാണ്. ദെൻ വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഇൻ ദ കൺട്രോൾ യൂണിറ്റ് ഓഫ് TMS320C24X DSP പ്രോസസ്സർ? അപ്പോൾ അതിൻ്റെ മെയിൻ കൺട്രോൾ യൂണിറ്റിലുള്ള ജസ്റ്റ് സെൻട്രൽ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, 32-bit അക്യുമുലേറ്റർ, ഡാറ്റ സ്കെയിലിംഗ് ഷിഫ്റ്റേഴ്സ് ഫോർ CALU, 16x16 multiplier data address generation logic, which include the 8 auxiliary registers and an auxiliary register arithmetic unit, program address generation logic. ഇതൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ ഫുൾ മാർക്ക് കിട്ടും. ദെൻ വിച്ച് ആർ ദ TREG and multiply instructions of TMS320C24X DSP പ്രോസസ്സർ? അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് ഓർത്ത് വെക്കണം. എല്ലാം ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, എന്നാലും പറ്റാവുന്നത് എടുത്ത് എഴുതുക. ഇപ്പോൾ TREG മൾട്ടിപ്ലൈ ഇൻസ്ട്രക്ഷൻസ്, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഇൻസ്ട്രക്ഷൻ സെറ്റിൽ എഴുതുക. സോ SPAC subtract PREG from accumulator, SPH store high PREG, SPL store low PREG, SPM set product shift mode. ഇതൊക്കെയാണ് അതിലത്തെ വരുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും 4 എഴുതി കഴിഞ്ഞാൽ 5 മാർക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അവിടെ. സോ അതാണ് പാർട്ട് എ. നൗ മൂവിങ് ടു പാർട്ട് ബി.
സോ പാർട്ട് ബി നമുക്ക് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 1 ആൻഡ് 2. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്ത് തന്നെയായിരിക്കും, ഡിസ്മിഷൻ ടൈം അല്ലെങ്കിൽ ഡിസ്മിഷൻ ഫ്രീക്വൻസി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, given x of n equal to 1 2 3 4 4 3 2 1, compute 8-point DFT of x of n using DIT FFT algorithm. So ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കാൻ മാത്രമേ ഉള്ളൂ. DIT ആണ്, ഡെസിമേഷൻ ഇൻ ടൈം. ഇൻ ടൈം ആകുമ്പോൾ നമ്മൾ പോകേണ്ടത് താഴ്ന്ന് മേലേക്ക് 2 4 8 എന്നുള്ള ഗ്രൂപ്പുകളിലാണ് പോകേണ്ടത്. ഓക്കെ, ഇത്രയാണ് അവിടെ ചെയ്യാനുള്ളത്. പിന്നെ അതിൻ്റെ നോർമൽ, പിന്നെ ഇൻപുട്ട് എന്തായിരിക്കും, ബിറ്റ് റിവേഴ്സ്ഡ് ഓർഡറിലായിരിക്കും. ഔട്ട്പുട്ട് നമുക്ക് നോർമൽ സീക്വൻസിൽ കിട്ടും. പിന്നെ ഇവിടെ W, അതായത് നമ്മുടെ ട്വിഡിൽ ഫാക്ടറുകളൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്, അതായത് ആ ഒരു അരിതമെറ്റിക് ഓപ്പറേഷൻ പ്ലസ് അല്ലെങ്കിൽ മൈനസ്, സം അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്നതിന് മുന്നേ വേണം എന്ത് ചെയ്യാൻ, ട്വിഡിൽ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്നുള്ളതാണ്. ദെൻ ഇപ്പം അതിൻ്റെ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ് ഇതിൻ്റെയും മാർക്ക് ഡിവിഷൻ ഉണ്ടായിരിക്കുക. ഗ്രാഫിന് മാർക്ക് 3 മാർക്ക്, ഇമ്മീഡിയറ്റ് കാൽക്കുലേഷന് 3 മാർക്ക്, ബാക്കി ഫൈനൽ ആൻസറിനാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ ഫൈൻഡ് ദ ഔട്ട്പുട്ട് y of n of a filter whose impulse response is h of n equal to 2,2 and the input signal to the filter is x of n equal to -2 0 2 1 3 1 -1 -2 using overlap save method. സോ ഓവർലാപ്പ് സേവ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് എത്ര എണ്ണം എടുക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് തൽക്കാലം എപ്പോഴും എടുക്കുന്ന സാമ്പിൾ ലെങ്ത് 3 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും എളുപ്പം. ഇവിടെ എം എന്ന് പറയുന്നത് 2 എലമെന്റ് ആണ്, M1 2ആണ്, M-1 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1 ആയി. ഇതിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ഡാറ്റ എന്ന് പറയുന്നത് ഒരെണ്ണേ വരുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യാന്ന് മാത്രം തന്നെയുള്ളൂ. സോ അതിൻ്റെ സ്റ്റെപ്സിന് 3 മാർക്കും ഫൈനൽ റിസൾട്ടിന് 2 മാർക്കുമാണ്. ഇപ്പോൾ ആ ഫൈനൽ റിസൾട്ട് തെറ്റിക്കഴിഞ്ഞാൽ പോലും സ്റ്റെപ്പ് കറക്റ്റ് ആണെങ്കിൽ 3 മാർക്ക് കിട്ടും അവിടെ. ഓക്കെ, then realize the system function h of z equal to 1 plus 3 by 4 z raised to minus 1 plus 17 by 8 z raised to minus 2 plus 3 by 4 z raised to minus 3 plus z raised to minus 4 using minimum number of multipliers. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, സ്ഥിരം എല്ലാറ്റിലും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, വിത്ത് മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സ്. അപ്പോൾ അതിൻ്റെ ആൻസറിൽ ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ടത് എന്താ, റിയലൈസേഷൻ വിത്ത് മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സ് ക്യാൻ ബി ഡൺ യൂസിങ് ലീനിയർ ഫേസ് ഫിൽറ്റേഴ്സ്. ഇത് FIR ഫിൽറ്ററിൽ ലീനിയർ ഫേസ് ഉപയോഗിക്കുന്നതാണ് മിനിമം നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സ്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പ്രോബ്ലംസ്. ഇതിൽ സിമ്പിളായിട്ടാണ് തന്നിട്ടുള്ളത്. നമുക്ക് സാധാരണത്തെ കേസിൽ എച്ച് ഓഫ് സെറ്റ് രണ്ട് പ്രൊഡക്റ്റ് പോലെയായിട്ടാണ് തരാറ്, അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. ഇവിടെ അതിൻ്റെ പോലെ ആവശ്യമില്ല, ഡയറക്റ്റ് ആണ്. കോഎഫിഷ്യൻസിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താ സിമെട്രിക് ആയിരിക്കും. ഫസ്റ്റത്തെ കോഎഫിഷ്യൻ ലാസ്റ്റത്തെയും 1 3/4 3/4 നടുവിൽ ഒരാൾ ഒറ്റയ്ക്ക് 17/8 z⁻⁴ ആയതുകൊണ്ട് എങ്ങനെ വരയ്ക്കുക, 4 z⁻⁴ കാസ്കേഡിങ്ങിൽ കണക്ട് ചെയ്യുക, ഫസ്റ്റും ലാസ്റ്റും സം ചെയ്യുക, സെക്കൻഡ് ലാസ്റ്റും സം ചെയ്യുക, നടുവിൽ നിന്ന് ഒരെണ്ണം ഒറ്റയ്ക്ക് വരും. എല്ലാം കൂടി എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, 1 3/4 17/8 ഓരോന്നിന് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു സമ്മിങ് ബ്ലോക്കിലേക്ക് കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് YFN കിട്ടും. സോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിനിവിടെ ജസ്റ്റ് 5 മാർക്ക് എന്ന് എഴുതിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ 1 മാർക്ക് എന്ന് പറയുന്നത് അത് ലീനിയർ ഫേസ് റിയലൈസേഷൻ ആണെന്ന് പറയുന്നതിനും ബാക്കി ചെയ്യുന്നതിന് വരയ്ക്കുന്നതിനാണ്. ഓക്കെ, so consider the next question. Consider the discrete time linear causal system described by the difference equation y of n equal to y of n minus 3/4 y of n minus 1 plus 1/8 y of n minus 2 equal to x of n plus 1/3 x of n minus 1. Obtain direct form 1 and direct form 2 realization of the സിസ്റ്റം. അപ്പോൾ അത് അതിൻ്റെ പ്രോപ്പർ സ്റ്റെപ്സ് വഴി ചെയ്യുക. 5 മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. സ്റ്റെപ്സിന് 2 മാർക്ക് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്സിന് 2 മാർക്ക് ഉണ്ട്. ഇപ്പോൾ സ്റ്റെപ്പ് ഇല്ല, ഡയറക്റ്റ് വരയ്ക്കൽ മാത്രമാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും, 8 മാർക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് വരയ്ക്കാൻ വളരെ എളുപ്പമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. സിമ്പിൾ മെത്തേഡ് വെച്ചിട്ട് ആദ്യം നമ്മൾ ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക, എച്ച് ഓഫ് സെറ്റ് കാണുക. അതിന് വേണ്ടിയിട്ട് 2 സൈഡിലും എന്തെടുക്കുക, സെറ്റ് ട്രാൻസ്ഫോം എടുക്കുക. അപ്പോൾ ഇതിൻ്റെ എച്ച് ഓഫ് സെറ്റ് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും, 1 + 1/3 z⁻⁻1 അല്ലേ, 1 + 1/3 z⁻⁻1 ഡിവൈഡ് ബൈ 1 - 3/4 z⁻⁻1 + 1/8 z⁻². അപ്പോൾ അത് വെച്ചിട്ട് വരയ്ക്കേ വേണ്ടുള്ളൂ. ഡയറക്റ്റ് ഫോം 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ റൈറ്റ് സൈഡിലോട്ടും പോകും, ഡിനോമിനേറ്റർ ലെഫ്റ്റ് സൈഡിലോട്ട് പോകും വിത്ത് സൈൻ ചേഞ്ച്. അത് ഡയറക്റ്റ് ഫോം 1 ആണെങ്കിൽ ന്യൂമറേറ്റർ ലെഫ്റ്റ് സൈഡിലോട്ടാണ് വരിക, ഡിനോമിനേറ്റർ റൈറ്റ് സൈഡിലോട്ടാണ് വരിക. സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുക. എന്താ എൻ സൈഡുകളിലേക്ക് നമ്മളുടെ സെഡിൻ്റെ z⁻⁻1 വരും. അത് അത്രയേ ഉള്ളൂ. അപ്പോൾ അത് സിമ്പിളായിട്ട് വരയ്ക്കാം. എക്സാമ്പിൾ പ്രോബ്ലംസ് മുന്നത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് പോർഷനിലേക്ക് വരികയാണ്. സോ പാർട്ട് C 3 and 4 ഡിസൈൻ ഓഫ് ഫിൽറ്റേഴ്സ്, IAR-ഉം FIR-ഉം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസൈൻ എ ഡിജിറ്റൽ ബട്ടർവർത്ത് ഫിൽറ്റർ യൂസിങ് ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ വിച്ച് സാറ്റിസ്ഫൈസ് ദ ഫോളോയിങ് കണ്ടീഷൻസ്. 0.75 less than or equal to mod h of j omega less than or equal to 1 for 0 to 0.2 pi, mod h of j omega less than or equal to 0.2 for
5 pi to pi, take sampling time t equal to 1 second. ബട്ടർവർത്ത് ഫിൽറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എന്താ എന്നിട്ട് അവസാനം ഉപയോഗിക്കേണ്ട മെത്തേഡ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് T1 സെക്കൻഡ് ഉപയോഗിക്കണം പറഞ്ഞിട്ടുണ്ട് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിന് മുന്നേ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, ഇത് കണ്ടുപിടിക്കാനുള്ള ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡാറ്റ പ്രകാരം നമ്മൾ ജസ്റ്റ് ഒരു ഗ്രാഫ് വരച്ചിട്ട് അതിൽ നിന്ന് ഇപ്പോൾ ഒമേഗ പിയും ഒമേഗ സിയും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഒമേഗ പി എന്തായാലും ചെറുതായിരിക്കും, മറ്റ് ഒമേഗ എസ് എന്ന് പറയുന്നത് വലുതായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് 1/√(1 + ε²ഉം 1/√(1 + λ² ആണുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കാണേണ്ടി വരും, എന്നെ കാൽക്കുലേറ്റ് ചെയ്യണം, ആ ബേസിൽ ചെയ്ത് പോവുക. അതാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സ്കീമിൽ പറഞ്ഞിട്ടുള്ളത് അനലോഗ് ഫ്രീക്വൻസി കാൽക്കുലേഷൻ 1 മാർക്ക്, ഫ്രീക്വൻസി കാൽക്കുലേറ്റ്, ദെൻ എക്സ്പ്രഷൻ ഫോർ n 1 മാർക്ക്. അപ്പോൾ എന്നിൻ്റെ > ലോഗ് എക്സ്പ്രഷൻ 1 മാർക്ക് ഉണ്ട്. ദെൻ ഫൈൻഡിങ് ദ ഓർഡറിന് 2 മാർക്ക്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 4 മാർക്ക് അവിടെ കിട്ടി. ദെൻ അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. അത് നമ്മൾ n കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 1 / ഡിനോമിനേറ്റർ അത് ഓർത്ത് എഴുതുന്നതിന് 1 മാർക്ക്, കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നതിന് 1 മാർക്ക്, ഫൈനൽ ഡിജിറ്റൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കണ്ടുപിടിക്കുന്നതിനാണ് ബാക്കി 4 മാർക്ക്. അത് ഒരുവിധമെങ്കിലും ചെയ്യാൻ പറ്റും വിചാരിക്കാം. Then next question full theory ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. Can we physically realize an ideal filter? Justify your answer. What is impulse invariant transformation? What are its advantages? Which are the desirable characteristics of windows? What is Gibbs phenomenon? Okay, ഇതെല്ലാം തിയറി, സിമ്പിൾ തിയറി ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം ജസ്റ്റ് കറക്റ്റ് പോയിന്റ്സ് ആൻസർ ചെയ്യുക. സോ എൻ്റെ സ്കീം നോ എന്നുള്ള ലൈനാണ് 1 മാർക്ക്. റിയലൈസ് ചെയ്യാൻ പറ്റില്ല, എന്ത് ഫിസിക്കലി ഐഡിയൽ ഫിൽറ്ററിന് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. Then impulse response of an ideal filter is not causal. Impulse response is not absolutely summable, therefore unstable. Unstable ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിസിക്കലി റിയലൈസ് ചെയ്യാൻ പറ്റില്ല. റീസൺസ് ഇതാണ് പറഞ്ഞത്. ഐഡിയൽ ഫിൽറ്ററിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് നോൺ കോസൽ ആണ്, കോസൽ അല്ല, അപ്പോൾ അബ്സല്യൂട്ട്ലി സമ്മബിളും അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് അതിൻ്റെ 2 മാർക്ക് അതിലാണ് എടുക്കണേ. ദെൻ വാട്ട് ഈസ് ഇമ്പൾസ് ഇൻവാരിയൻറ്റ് ട്രാൻസ്ഫോർമേഷൻ, അതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇമ്പൾസ് ഇൻവാരിയൻറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് പറയുന്നത് 2 മാർക്കും. ആ ട്രാൻസ്ഫോർമേഷൻ പറയാന്നുള്ളത് തന്നെ അവിടെ ഉള്ളൂ, ഡീറ്റെയിൽ ആക്കണമെന്നില്ല, ആവശ്യത്തിന് എഴുതിയാൽ മതി. സോ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we need to want mapping. ദെൻ നെക്സ്റ്റ് വൺ ഉണ്ടായിരുന്നത് വിച്ച് ആർ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക് വിൻഡോസിൻ്റെ. അപ്പോൾ അതിവിടെ എഴുതിയിട്ടുണ്ട്. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദ വിൻഡോ ഫംഗ്ഷൻ ഷുഡ് ഹാവ് സ്മോൾ വിഡ്ത്ത് ഓഫ് ദ മെയിൻ ലോബ്. മെയിൻ ലോബിൻ്റെ വിഡ്ത്ത് ചെറുതായിരിക്കണം, അതിൽ കൂടുതൽ എനർജി ഉണ്ടായിരിക്കും. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദ വിൻഡോ ഫംഗ്ഷൻ ഷുഡ് ഹാവ് സൈഡ് ലോബ്സ് ദാറ്റ് ഡിക്രീസസ് ഇൻ എനർജി റാപ്പിഡ്ലി ആസ് ഒമേഗ ടെൻ ടു പൈ. ഓക്കെ, അടുത്തതിൻ്റെ എക്സ്പ്ലനേഷന് 2 മാർക്കും 1 മാർക്ക് ഡയഗ്രത്തിനാണ് ഗിബ്സ് ഫിനോമിനൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസൈൻ ആൻ ഐഡിയൽ ലോ പാസ് ഫിൽട്ടർ whose desired frequency response is given by hd of e raised to j omega equal to 1 for minus pi by 3 to pi by 3 and 0 for pi by 3 to pi by 3 pi. Determine the filter coefficients using Hanning window. Determine the impulse response h of z given n equal to 9. ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള ടൈപ്പ് പ്രോബ്ലം ആണ്. സോ മൈനസ് പൈ ബൈ 3 ടു പൈ ബൈ 3 എന്നുള്ള പോർഷനിൽ മാത്രം 1, നടുവിൽ ഒരു പോർഷൻ 1. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളെ സീക്വൻസ് ഉണ്ടാക്കി ചെയ്യുക തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി സാമ്പിളിങ് വിൻഡോ ടെക്നിക്ക് വെച്ചിട്ട് അതിൻ്റെ മാർക്സ് ഇങ്ങനെയാണ് ഡിവിഷൻ കൊടുത്തിട്ടുള്ളത്. ഇനീഷ്യൽ സ്റ്റെപ്പ് HDN കാണുന്നതിന്, അതായത് ഇൻവേഴ്സ് എടുത്തിട്ട് HDN കാണുന്നതിന് 2 മാർക്ക് ഉണ്ട്. HDN ഇതാണ് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക സൈൻ 1.04 n ഡിവൈഡ് ബൈ n പൈ ഫോർ n നോട്ട് ഈക്വൽ ടു 0. അതേപോലെ HD0 നമ്മൾ കാണേണ്ടി വരും 0.33. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് അതിൻ്റെ മാർക്ക് വരുന്നത്. ദെൻ ഫൈൻഡിങ് ഓൾ HDN, എല്ലാ HDNൻ്റെ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് കാണുന്നതിന് 3 മാർക്ക് ഉണ്ട്. ഇപ്പോൾ സുഖമായിട്ട് 5 മാർക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. ദെൻ ഫൈൻഡിങ് ദ വിൻഡോ കോഎഫിഷ്യൻസ് കാണുന്നതിന് 1 മാർക്കാണ്. ആ വിൻഡോൻ്റെ ഇക്വേഷൻ അറിയണം, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഫൈൻഡിങ് ദ പ്രോഡക്റ്റ്, പിന്നെ നമുക്ക് വേണ്ട പ്രോഡക്റ്റ് ആണല്ലോ, അതിന് 1 മാർക്ക്. പിന്നെ റിയലൈസബിൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ h of z കണ്ടുപിടിക്കുന്നതിന് 2 മാർക്ക്. ഓക്കെ, ഇതിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ് പിന്നെ അവർ പറഞ്ഞിട്ടുള്ളത്. അതാണ് പാർട്ട് സിയിലത്തെ. നമുക്ക് ഫൈനൽ പാർട്ടിലേക്ക് വരാം, പാർട്ട് ഡി. സോ ഡ്രോ ദ ക്വാണ്ടൈസേഷൻ നോയ്സ് മോഡൽ ഓഫ് ദ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഫംഗ്ഷൻ h of z equal to 1 by 1 minus 0.4 z raised to minus 1. Then products are rounded to 4 bits including the sign bit. Find the steady state noise power due to product roundup. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്.
എന്താ പറയുക എച്ച് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. അതിൻ്റെ കുറേ ക്വാണ്ടൈസേഷൻ നോയ്സ് ജസ്റ്റ് ഇക്വേഷൻ ഇൻവേഴ്സ് എടുക്കുക ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ക്വാണ്ടൈസേഷൻ നോയ്സ് മോഡൽ വരയ്ക്കുന്നതിന് 2 മാർക്ക് ഉണ്ട്. പിന്നെ പ്രൊഡക്റ്റ് നോയ്സ് പവർ കണ്ടുപിടിക്കുന്നതിന് 4 മാർക്ക്. അപ്പോൾ വരയ്ക്കാനുള്ളത് മറക്കണ്ട. ഡ്രോ ദ ക്വാണ്ടൈസേഷൻ നോയ്സ് മോഡൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരയ്ക്കണം. ദെൻ എക്സ്പ്ലെയിൻ സിഗ്നൽ സ്കെയിലിംഗ് ഇൻ ഡിജിറ്റൽ ഫിൽറ്റർ. സോ സിഗ്നൽ സ്കെയിലിംഗ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഓവർഫ്ലോ ലിമിറ്റ് സൈക്കിൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷന് 4 മാർക്ക് അത്രയിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ വാട്ട് ആർ ദ പോസിബിൾ എറേഴ്സ് ഡ്യൂ ടു ട്രങ്കേഷൻ ഇൻ സൈൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് 2's കോംപ്ലിമെന്റ് റെപ്രസെൻറ്റേഷൻ ഇഫ് ദ സിസ്റ്റം യൂസസ് b+1 ബിറ്റ്സ് ഇൻക്ലൂഡിംഗ് ദ സൈൻ ബിറ്റ് ഫോർ ദ നമ്പർ റെപ്രസെൻറ്റേഷൻ. 5 മാർക്കാണ്. എന്തൊക്കെയാണ് എറേഴ്സ് എന്നുള്ളത്. സോ ട്രങ്കേഷൻ എറർ ഓരോ കേസിലും നമ്മൾ ഡിറൈവ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. 1's കോംപ്ലിമെൻ്റെയും 2's കോംപ്ലിമെൻ്റെയും സൈൻ മാഗ്നിറ്റ്യൂഡിൻ്റെയും ഒക്കെ ഡിറൈവ് ചെയ്ത് എഴുതുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് explain the bus structure of TMS 320 C24X DSP processor. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് അതിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് നോക്കിയാൽ മതി. അപ്പോൾ അതിലെ ഓരോന്നും എടുത്ത് എഴുതുക. അത് തന്നെയാണ് മെയിനായിട്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതി കഴിഞ്ഞാൽ 5 മാർക്ക് കൊടുക്കാം. പിന്നെ അതിലൊരു ബസ് സ്ട്രക്ചറിൻ്റെ ഡയഗ്രം ഉണ്ട്. അത് വരയ്ക്കുകയാണെങ്കിൽ അത്രയും നന്നായി. അപ്പോൾ എന്തായാലും ഫുൾ മാർക്ക് അതിന് കിട്ടും. Then explain in detail indirect addressing mode of TMS 320 processor with examples. അപ്പോൾ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് പറയുക എക്സാമ്പിൾസ് വെച്ചിട്ട്. വാട്ട് ഈസ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്? അതിന് 1 മാർക്കാണ്. ബേസിക് ഡീറ്റെയിൽസ് പ്ലസ് എക്സാമ്പിളിനാണ് 4 മാർക്ക്. അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ ഡിസ്കസ് അബൌട്ട് എനി 5 അക്യുമുലേറ്റർ അരിതമെറ്റിക് ആൻഡ് ലോജിക് ഇൻസ്ട്രക്ഷൻ. ഏതെങ്കിലും ഒരു 5 എണ്ണം ഇത് എക്സാമ്പിൾസ് പറഞ്ഞാൽ മതി. എല്ലാം എന്നുള്ള ഒരു ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അത് ജസ്റ്റ് പറയുക. ഇതിനാണ് 5 മാർക്ക് വരുന്നത്. ഓക്കെ. ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്. കാരണം കൂടുതൽ തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നമ്മൾ തിയറി ആണെങ്കിൽ ഇതിലത്തെ തിയറി ടു ദ പോയിന്റ് ആണ്. ഒരുപാട് വലിച്ചു വാരി എഴുതാനില്ല എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. അപ്പോൾ അതൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് ഒന്നും വിടാൻ്റെ പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ടൈപ്പിൽ തിയറി കിട്ടുന്നില്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളെങ്കിലും അവിടെ ചെയ്ത് എന്തെങ്കിലും പറയാൻ നോക്കുക.